നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ വിഷുചന്തയ്ക്ക് ബത്തേരിയിൽ തുടക്കം. വിപണിയിൽ പച്ചക്കറിക്ക് ന്യായവില. ഇന്ദിരാ ആവാസ് യോജന പദ്ധതി വീട് കടലാസിൽ. ആദിവാസി വൃദ്ധ ദമ്പതികൾക്ക് പ്ലാസ്റ്റിക് കൂര. കിടക്കാൻ തളർവാദ രോഗിക്ക് ഇഷ്ടിക കട്ടിൽ. അപസ്മാര രോഗിയായ ശാരദയ്ക്കും ഭർത്താവിനും പ്ലാസ്റ്റിക് ഷെഡിൽ നിന്ന് മോചനം. ട്രൈബൽ വകുപ്പ് വീട് നൽകി. വയനാട് ന്യൂസ് ഇംപാക്ട്. ജീവകാരുണ്യം ചട്ടം നോക്കി മതി. പ്രയാഗ രാജഗോപാൽ. രോഗികൾക്ക് ഭക്ഷണം ഇനി വീട്ടിൽ നിന്ന് പാകം ചെയ്യും. ബത്തേരി ക്ഷീരസംഘം കർഷകർക്ക് 1,05,00,000 രൂപ അധിക പാൽവില വിതരണം ചെയ്തു. ചണ്ണോത്തുകൊല്ലിയിൽ സ്മാർട്ട് ക്ഷീരസംഘം നിലവിൽ വന്നു. ഇഞ്ചി കർഷകർ പ്രതിസന്ധിയിൽ. പലർക്കും കടക്കണിയിൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ആശങ്ക. വാർത്തകൾ വിശദമായി. സുൽത്താൻ ബത്തേരി നഗരസഭ കുടുംബശ്രീ വിഷുചന്ത ആരംഭിച്ചു. നഗരസഭാ അങ്കണത്തിൽ ആരംഭിച്ച ചന്ത IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ CK സഹദേവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL സാബു, കൌൺസിലർമാർ, CDS, ADS അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. പച്ചക്കറികൾക്ക് മിതമായ വില. പോക്കറ്റ് കാലിയാവാതെ വിഷു ആഘോഷിക്കാം. പ്രാദേശികമായി പച്ചക്കറി ഉൽപ്പാദനം കൂടിയതും കഴിഞ്ഞയാഴ്ച ലോറി സമരം കാരണം ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പച്ചക്കറികൾ കെട്ടിക്കിടന്നതുമാണ് വില കൂടാത്തതിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിപണിയിൽ പച്ചക്കറികൾക്ക് വലിയ രീതിയിൽ വില കൂടാത്തത് മലയാളികൾക്ക് ആശ്വാസമാവുകയാണ്. വലിയ രീതിയിൽ പോക്കറ്റ് കാലിയാവാതെ വിഷു ആഘോഷിക്കാം എന്നതുതന്നെ കാരണം. തദ്ദേശീയമായി പച്ചക്കറി ഉൽപ്പാദനം കൂടിയതും കഴിഞ്ഞയാഴ്ച ലോറി സമരം കാരണം ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പച്ചക്കറികൾ കെട്ടിക്കിടന്നതുമാണ് വില കൂടാത്തതിന് കാരണമായി കച്ചവടക്കാർ പറയുന്നത്. ചെറിയ 2-3 ഐറ്റംസ് മാത്രമേ കുറച്ച് വില കൂടുതലുള്ളൂ. ബീൻസ് അല്ലെങ്കിൽ പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. വെണ്ട, മറ്റേ തക്കാളി, മുളക്, ഇങ്ങനെ എല്ലാ സാധനവും വില കമ്മിയാണ്. വഴുതന, അത്യാവശ്യം പിന്നെ വിഷുവിന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വളരെ വില കമ്മിയാണ്. നിലവിൽ സവാള, തക്കാളി, കിഴങ്ങ്, വെണ്ട, വെളുത്തുള്ളി തുടങ്ങിയവയ്ക്ക് വിപണിയിൽ വില കുറവാണ്. ഇവയ്ക്ക് യഥാക്രമം 13, 28, 20, 30, 90 രൂപ എന്നിങ്ങനെയാണ് വില. നിലവിൽ ഏറ്റവും കൂടിയ വില ചെറിയുള്ളിക്കാണ്. 70 രൂപയാണ് മാർക്കറ്റ് വില. ഇതുകൂടാതെ പയർ, ക്യാരറ്റ്, പച്ചമുളക്, വെണ്ട, കയ്പ തുടങ്ങിയവയ്ക്കും വില കൂടിയിട്ടുണ്ട്. ഉൽപാദന കേന്ദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വിപണി വില അനുസരിച്ച് പോക്കറ്റ് വലിയ രീതിയിൽ കാലിയാവാതെ ഇത്തവണ മലയാളിക്ക് വിഷു ആഘോഷിക്കാം എന്ന പ്രതീക്ഷയാണുള്ളത്. വയനാട് ന്യൂസ്, ബത്തേരി. നെന്മേനി 11-ാം വാർഡ് നല്ലൂർ കോളനിയിലെ ആദിവാസി ദമ്പതികളായ കുപ്പിക്കും കുള്ളനും ജീവിതം നരകയാതനയായി. ഇന്ദിരാ ആവാസ് യോജനയിൽ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച വീട് ഉടൻ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് കരാറുകാരൻ ഇവരുടെ പഴയ കൂര പൊളിച്ചു മാറ്റി. അനുവദിച്ച വീടിന്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. വീട് അനുവദിച്ച് 1 കൊല്ലമായിട്ടും എന്തുകൊണ്ട് നിർമ്മാണം തുടങ്ങിയില്ല എന്നന്വേഷിക്കാൻ IAY പദ്ധതി നടപ്പാക്കുന്നവർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തളർവാദം പിടിപെട്ട് കൈയും കാലും തളർന്ന കുപ്പി പ്ലാസ്റ്റിക് കൂരയ്ക്കകത്ത് ഇഷ്ടികകളിൽ അടുക്കി വെച്ച് അതിന്മേലാണ് കിടത്തം. 4 മാസമായി ഒരേ കിടപ്പിൽ കിടന്ന കുപ്പിയുടെ ദേഹത്ത് വ്രണങ്ങളായി കഴിഞ്ഞു. പണി വിഭാഗത്തിൽപ്പെട്ട കുപ്പി വെള്ളൻ വൃദ്ധ ദമ്പതികളുടെ ദയനീയാവസ്ഥയിൽ ഇതുവരെ ട്രൈബൽ വകുപ്പ് കാര്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല. മാസത്തിൽ 1 തവണ കുപ്പിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു ഇടപെടലുമില്ല. 4 മാസം മുമ്പ് കുപ്പി തളർന്നു കിടപ്പായതിനു ശേഷം കുള്ളന് ജോലിക്ക് പോകാനും കഴിയുന്നില്ല. കുപ്പിയെ പരിചരിക്കാൻ മറ്റാരും ഇല്ലാത്ത സാഹചര്യമാണ്. 2016-ലാണ് IAY പദ്ധതിയിൽ ഇവർക്ക് ബത്തേരി ബ്ലോക്ക് വീട് അനുവദിച്ചതായി പറയുന്നത്. ഇത് സംബന്ധിച്ച കരാറിൽ കുള്ളൻ ഒപ്പിട്ടിട്ടുണ്ട്. തുടർന്ന് വീട് പണി ഏറ്റെടുക്കാമെന്നേറ്റ ചീരാൽ സ്വദേശിയായ കരാറുകാരൻ കുള്ളന്റെ പഴയ കൂര പൊളിച്ചു മാറ്റി. കുള്ളനെ പ്ലാസ്റ്റിക് മറച്ച ഒരു ഷെഡിലേക്ക് നീക്കി. എന്നാൽ പുതിയ വീടിന് തറ പോലും കെട്ടിയില്ല. വെയിലും മഴയുമേറ്റ് ഈ വൃദ്ധ ദമ്പതികൾ 12 മാസമായി ഷെഡിൽ കഴിയുകയാണ്. രോഗിയായ കുപ്പിയെയും കൊണ്ട് വേനൽ മഴയിൽ കുതിർന്ന് കുള്ളൻ ജീവിതം തള്ളി നീക്കുന്നത് ആരുടെയും മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്നതാണ്. IAY വീടിന്റെ പണം സമർത്ഥമായ ആരെങ്കിലും അടിച്ചു മാറ്റിയോ? ഗുണഭോക്താവിന് വീട് നിർമ്മിച്ചു നൽകാൻ കരാർ ഒപ്പിടുവിച്ചവർ എന്ത് തുടർ നടപടിയാണ് സ്വീകരിച്ചത്? മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ട് വേണോ ഇഷ്ടികയ്ക്കുമേലുറങ്ങി ഒരു ആദിവാസി വൃദ്ധയുടെ ദേഹം പൊട്ടിത്തുടങ്ങിയ കഥ ട്രൈബൽ അധികൃതർ അറിയാൻ? ആരാണ് ഇത്തരം കാര്യങ്ങളിൽ സമാധാനം പറയേണ്ടത്? ഈ കുടുംബത്തിന് റേഷൻ കാർഡ് പോലുമില്ലെന്നത് ഇവരുടെ ജീവിത ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം പരിഷ്കൃത സമൂഹം ഇവരോട് കാണിക്കുന്ന അവഗണനയുടെയും നിന്ദയുടെയും ആഴവും കാണിച്ചു തരുന്നു. ഇവിടെ കിടന്ന ഒരു ഭാഗം പൊട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ബെഡിനുള്ളത് സാഹചര്യം ഉണ്ടാക്കി തരണം. ഇപ്പൊ ഈ നിലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ കട്ടന്റെ മുകളിലൊക്കെ അടുക്കി വെച്ചിട്ട് മേലൊക്കെ പൊട്ടി കിടക്കുകയാണ്. എന്തായാലും ഒരു ബെഡ്
രോഗിന് കിടക്കം തന്നെ ഉണ്ടാക്കി തരണം. എ.പി. ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. ഇനി ന്യൂസ് ഇമ്പാക്ട്. നെന്മേനി പഞ്ചായത്തിലെ വരിക്കേരി പണിയ കോളനിയിലെ കറുപ്പൻ ശാരദാ ദമ്പതികൾക്ക് പ്ലാസ്റ്റിക് കുരയ്ക്കകത്തെ ജീവിതത്തിന് അവസാനമായി. ട്രൈബൽ വകുപ്പ് ഇവർക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായി. അപസ്മാര രോഗിയായ ശാരദയും തളർവാദം ബാധിച്ച കറുപ്പനും കരാറുകാരന്റെ വഞ്ചനയിൽ കുടുങ്ങി ഒറ്റമുറിക്കൂരയിൽ നരകജീവിതം തള്ളി നീക്കുന്നതിനെക്കുറിച്ച് വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട ട്രൈബൽ വകുപ്പ് വരിക്കേരി കോളനി സന്ദർശിക്കുകയും പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുകയും ചെയ്തതിനെ തുടർന്ന് കരാറുകാരനെ കണ്ടെത്തി വീട് നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. തറയുടെയും ശൗചാലയത്തിന്റെയും ജോലികൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. വീട് നിർമ്മിച്ച് ഭിത്തി തേച്ച് പെയിന്റ് അടിച്ചു കഴിഞ്ഞു. തറ കോൺക്രീറ്റ് ഇട്ടു. ശൗചാലയം അടിഭാഗം തേക്കാൻ ബാക്കിയുണ്ട്. വീട് നിർമ്മാണം ആശ്വാസകരമായി പുരോഗമിച്ചെങ്കിലും ഇവരുടെ രോഗകാര്യങ്ങളിൽ പരിഹാരമൊന്നുമായില്ല. തളർച്ച ബാധിച്ച കറുപ്പൻ നടക്കാനാവാത്ത അവസ്ഥയിൽ തുടരുന്നു. അപസ്മാര രോഗിയായ ശാരദ ഇതിനിടെ രോഗത്താൽ തീയിൽ വീണ് കാലിന്റെ ഉപ്പുറ്റിപ്പൊള്ളി വ്രണമായി. ട്രൈബൽ വകുപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. വയനാട് ന്യൂസ്, ചീരാൽ. നാളെ മുതൽ രാജഗോപാൽ എന്ന മനുഷ്യസ്നേഹി വീട്ടിൽ നിന്നും ഭക്ഷണം പാകം ചെയ്ത് രോഗികൾക്ക് എത്തിച്ചു നൽകും. കഴിഞ്ഞ ഒരു വർഷമായി ബത്തേരി താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ രോഗികൾക്ക് ഭക്ഷണം സ്വന്തം നിലയിൽ പാകം ചെയ്ത് നൽകി വരുന്ന ആളാണ് നെന്മേനി മാടക്കര വലിയവട്ടം പ്രയാഗ രാജഗോപാൽ. ആശുപത്രിയുടെ അടുക്കള ഇനി മുതൽ ഉപയോഗിക്കാൻ നിയമപരമായി പാടില്ല എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ വീട്ടിൽ നിന്നും പാകം ചെയ്ത ഭക്ഷണം ആശുപത്രിയിൽ എത്തിക്കാൻ കരുണപറ്റാത്ത ഈ മനുഷ്യസ്നേഹി തീരുമാനിച്ചത്. ബത്തേരി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാജഗോപാൽ എന്ന രാജേട്ടൻ ഭക്ഷണം പാകം ചെയ്ത് നൽകാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷമായി. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ ഇവിടെയുള്ള രോഗികളുടെ അവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് രാജേട്ടൻ ഇത്തരമൊരു മഹത് കാര്യത്തിനായി കഴിഞ്ഞ വർഷം ഏപ്രിൽ 10 ഇറങ്ങിത്തിരിച്ചത്. ആ സത്പ്രയാണം ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ്. ആശുപത്രിയിലെ അടുക്കളയിൽ തന്നെ ഭക്ഷണം പാകം ചെയ്താണ് എല്ലാവർക്കും രാജേട്ടൻ നൽകുന്നത്. ഒരു ദിവസം ഇവിടെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 150-ലേറെ പേർക്കാണ് ഭക്ഷണം നൽകുന്നത്. ഇതിനായി രാജേട്ടന് ചെലവ് വരുന്നത് 2000-ഓളം രൂപയാണ്. വല്ലപ്പോഴും ആരെങ്കിലും സഹായിക്കും. അധിക ദിവസവും സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് രാജേട്ടൻ ഒരു വർഷം ഈ സൽക്കർമ്മം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത്രയും നാൾ ആശുപത്രിയുടെ അടുക്കളയാണ് ഉപയോഗിച്ചതെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നാളെ മുതൽ വീട്ടിൽ നിന്നും ഭക്ഷണം പാകം ചെയ്ത് ആശുപത്രിയിലെത്തിക്കാനാണ് തീരുമാനം. ഇക്കാര്യം വീട്ടിലറിയിച്ചപ്പോൾ ഭാര്യയിൽ നിന്നും അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്നും ഈ സൽക്കർമ്മം നിർത്തിയാൽ താനില്ലെന്നുമാണ് രാജേട്ടൻ പറയുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ, നിയമ തടസ്സങ്ങളാണ്. അടുക്കള തുടർന്ന് ഉപയോഗിക്കാനുള്ള ചെറിയൊരു തടസ്സമുണ്ട്. നീങ്ങി കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് നീങ്ങി കിട്ടുന്നവരെ ഭക്ഷണം മുടക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. നാളെ മുതൽ സ്വന്തം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യാനാണ് എൻ്റെ തീരുമാനം. നടക്കട്ടെ, ഞാൻ ആഗ്രഹിക്കുകയാണ്, നടക്കും. അതിനാണ് എൻ്റെ പ്രതീക്ഷ. അതേസമയം ഭക്ഷണത്തിന്റെ ചെലവ് സ്വന്തം നിലയ്ക്ക് താങ്ങാവുന്നതിലേക്ക് അപ്പുറം കടന്നു. അതിനാൽ ആരെങ്കിലും ഈ സൽക്കർമ്മത്തിൽ സാമ്പത്തികമായി സഹായിക്കുമെന്ന പ്രതീക്ഷയും രാജേട്ടനുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. മരങ്ങൾ കടപുഴകി വീണ വീട് തകർന്നു. വീട്ടിനകത്തുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പനമരം വിളമ്പുകണ്ടം വാറമ്പൽ താഴെ കമ്മട്ടത്തിൽ അമ്മിണിയുടെ വീടിന് മുകളിലാണ് ഇന്നലെ വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ വീട് തകർന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. ഈ സമയത്ത് വൃദ്ധയായ ലക്ഷ്മിയമ്മ വീടിനോട് ചേർന്ന പൂജാമുറിയിലായിരുന്നു. ഇതിനു മുകളിലാണ് ആദ്യം മരക്കൊമ്പ് പതിച്ചത്. തുടർന്ന് അടുത്തടുത്തുള്ള 2 മരങ്ങൾ കടപുഴകി വീണ് വീടിന് മുകളിൽ വീണു. സ്ത്രീകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. 2 കുടുംബങ്ങളായിരുന്നു ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഗുഡല്ലൂർ സ്വദേശിയും കയ്യൂന്നി സേക്രഡ് ഹാർട്ട് സ്കൂൾ അധ്യാപകനുമായ സുരേഷാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. എരുമാട് കപ്പാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ബത്തേരിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് ഇന്ന് കാലത്ത് 11ഓടെ അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ബത്തേരി KSRTC ബസ് കഴിഞ്ഞ ദിവസം എരുമാട് വെച്ച് മറ്റൊരു ബൈക്കിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. സുൽത്താൻ ബത്തേരി കോഓപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റി 2016 ഏപ്രിൽ മുതൽ 2017 മാർച്ച് വരെ സംഘത്തിൽ പാലളന്ന ക്ഷീര കർഷകർക്ക് അധിക വില വിതരണം ചെയ്തു. നഗരസഭാ ടൗൺ ഹാളിൽ പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. 2016 ഏപ്രിൽ 1 മുതൽ 2017 മാർച്ച് 31 വരെ പാലളന്ന കർഷകർക്ക് ലിറ്ററിന് 1 രൂപ തോതിലും 2017 മാർച്ച് മാസത്തിൽ പാലളന്ന കർഷകർക്ക് ലിറ്ററിന് 2 രൂപ പ്രകാരവും മൊത്തം 1,05 ലക്ഷം രൂപയാണ് ഇന്ന് വിതരണം ചെയ്തത്. ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കെമിക്കൽ സയൻസിൽ 1ാം റാങ്ക് നേടിയ കോളിയാടി സ്വദേശി സൂസന്ന പൗലോസിനെ മൊമെന്റോ നൽകി ആദരിച്ചു. സംഘത്തിൽ പാലളന്ന ക്ഷീരകർഷകന്റെ മകളാണ് സൂസന്ന. നഗരസഭാ ചെയർപേഴ്സൺ CK സഹദേവൻ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL സാബു, സൊസൈറ്റി പ്രസിഡന്റ് KK പൗലോസ്, ബേബി വർഗീസ്, PV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കർഷകർക്ക് കൊടുക്കേണ്ട സബ്സിഡി തുക ത്രിതല പഞ്ചായത്ത് 1,82,00,000 രൂപ നമ്മുടെ ജില്ല മാറ്റിവെച്ചത്. മാത്രമല്ല നമ്മുടെ ജില്ലക്കാരനാണ് മിൽമയുടെ സംസ്ഥാന ചെയർമാൻ ഗോപാലകുറുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ മാറ്റം നമ്മുടെ ജില്ലയിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. കടുത്ത വരൾച്ച, പശുക്കൾ കൊടുക്കാൻ തീറ്റയും വെള്ളവും കിട്ടാത്തൊരവസ്ഥ. ഇനി നാളെ കേന്ദ്ര സംഘം വയനാട് സന്ദർശിക്കാൻ വരിക. അതുകൊണ്ട് 2 ദിവസം അവിടെ എത്തി. അവരിനി എന്തെഴുതി പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യമായി ആരംഭിച്ച സ്മാർട്ട് ക്ഷീരസംഘത്തിന്റെ ഉദ്ഘാടനം ചണ്ണോത്തുകുളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ജോർജ് കുട്ടി ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച സ്മാർട്ട് ക്ഷീരവികസന വകുപ്പിന്റെയും നാഷണൽ ഫാർമാറ്റിക് സെന്ററിന്റെയും സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷീരകർഷകർക്ക് സ്മാർട്ട് കാർഡ് വിതരണം ചെയ്തു. വിജയ് അഗസ്തി അധ്യക്ഷനായിരുന്നു. എം പ്രകാശൻ, ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർഷകർക്ക് സെമിനാർ നടത്തി. ദേശീയപാതയോരങ്ങളിലെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് വയനാട്ടിൽ ബിയർ പാർലറുകളും ബാറും കള്ളുഷാപ്പുകളും അടച്ചുപൂട്ടിയതോടെ മദ്യപർ കർണാടക, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ മദ്യശാലകളിലേക്ക് ഒഴുകുന്നു. വയനാട് അതിർത്തിയോട് ചേർന്ന കർണാടക, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ മദ്യശാലകളിൽ ലക്ഷങ്ങളുടെ കച്ചവടമാണ് നടക്കുന്നത്. കബനി തീരത്തെ കർണാടകയിലെ മച്ചൂർ, തമിഴ്നാട് അതിർത്തിയിലുള്ള പാട്ടവയൽ, താളൂർ, കർണാടകയിലെ ഗുണ്ടൽപേട്ട എന്നിവിടങ്ങളിലെല്ലാം രാവും പകലും മദ്യപരുടെ തിരക്കാണിപ്പോൾ. വയനാട്ടിലേക്കടക്കം വൻതോതിൽ മദ്യം കടത്തുന്ന സംഘങ്ങളും സജീവമാണ്. കോടതി ഉത്തരവ് നിലവിൽ വന്നതോടെ വയനാട്ടിൽ തുറന്നിരിക്കുന്ന മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം അഭൂതപൂർവമായ തിരക്കാണ്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ അടുത്തതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്കുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ സ്പിരിറ്റും വിദേശ മദ്യക്കടത്തും വർദ്ധിക്കുമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജമദ്യത്തിന്റെ ഒഴുക്ക് തടയാൻ ഈ മാസം 20 വരെ പരിശോധന ശക്തമാക്കും. ചെക്ക് പോസ്റ്റുകളിൽ പഴുതടച്ച പരിശോധനയ്ക്കാണ് എക്സൈസ് ഒരുങ്ങുന്നത്. അതേസമയം മാറ്റിസ്ഥാപിച്ച മദ്യവിൽപ്പന കേന്ദ്രത്തിനെതിരെ പനമരത്ത് ജനകീയ സമരം ശക്തമാവുകയാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്തുതൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ സത്യാഗ്രഹ സമരം നടത്തി. പരമ്പരാഗത കള്ള് വ്യവസായത്തെയും ചെത്തുതൊഴിലാളികളെയും സംരക്ഷിക്കുക, പാതയോരത്ത് നിന്ന് കള്ളുഷാപ്പുകൾ മാറ്റാനുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുക, മദ്യത്തിന്റെ പട്ടികയിൽ നിന്നും കള്ളിനെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര മൈതാനിയിൽ നടന്ന സത്യാഗ്രഹ സമരം AITUC ജില്ലാ സെക്രട്ടറി PK മൂർത്തി ഉദ്ഘാടനം ചെയ്തു. സതീഷ് കരടിപ്പാറ അധ്യക്ഷനായിരുന്നു. SG സുകുമാരൻ, A ഭാസ്കരൻ, P പ്രഭാകരൻ നായർ, AR ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. ചെത്തുതൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ ഒട്ടേറെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെടുത്ത ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് കള്ളിയെത്ത് വ്യവസായം തുറന്നു പോകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറയിടാൻ സഹായിച്ച, പരിശ്രമിച്ച, പ്രവർത്തിച്ച തൊഴിലാളികളാണ് ചെത്തുതൊഴിലാളി. ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കാര്യമായ പങ്ക് വഹിച്ചുകൊണ്ട് ചെത്തുതൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ കൊഴുപ്പിക്കാൻ പടക്ക വിപണിയും സജീവം. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അപകടരഹിതമായി കൈകാര്യം ചെയ്യാവുന്ന ചൈനീസ് പടക്കങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. ആഘോഷരാവുകൾക്ക് വർണ്ണവിസ്മയം തീർക്കാൻ ചൈനീസ് പടക്ക വിപണികൾ ജില്ലയിലും സജീവമായി. കമ്പിത്തിരി, പൂക്കുറ്റി, നിലച്ചക്രം മുതൽ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന നിലപ്പടക്കങ്ങൾ വരെ വിപണിയിലുണ്ട്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊച്ചുകുട്ടികൾക്ക് വരെ കൈകാര്യം ചെയ്യാവുന്ന അപകടരഹിതമായ ചൈനീസ് പടക്കങ്ങളാണ് ഇത്തവണത്തെ പ്രത്യേകത എന്ന് വിൽപ്പനക്കാർ പറയുന്നു. 6 മുതൽ 240 തവണ വരെ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന കളർ റെയിൻ, മിറാക്കിൾ പോട്ട്സ്, ഇലക്ട്രിക് കമ്പിത്തിരികൾ തുടങ്ങിയവയും വാങ്ങാനെത്തുന്നവർക്ക് ആവേശമാവുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിലയും കുറവുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പടക്ക വിൽപ്പനശാലകൾക്ക് ഒരുക്കിയിരിക്കുന്നതും. വളരെ വില കുറവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിന് 30% വില കുറവുണ്ട് ഈ സാധനത്തിന്. പിന്നെ ഒരു ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഇല്ലാത്ത രീതിയിലാണ്. വിലയും കുറവാണ്. സാധനത്തിന് ഫുള്ള് ചൈനീസാണ്. അപകടമില്ലാത്ത ഐറ്റംസാണ് കൂടുതലുള്ളത്. സ്പെഷ്യലി കംപ്ലീറ്റ് ചൈനീസ് സാധനങ്ങൾ.
മേലെ പോയി പൊട്ടണവും മറ്റുള്ളതും ചെറിയ മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഈ പ്രാവശ്യത്തുള്ളത്. വയനാട് ന്യൂസ് ബത്തേരി. ഇനി തകരുന്ന കാർഷിക വയനാട്. ഇഞ്ചിയുടെ വിലയിടിവ് ഇഞ്ചി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. നാണ്യവിളകളുടെ തകർച്ചയെ തുടർന്ന് കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇഞ്ചി കൃഷിക്ക് പോയ കർഷകരാണ് വിലയിടിവും വിളവില്ലായ്മയും മൂലം പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ തവണ ഇഞ്ചിയിൽ പ്രതീക്ഷയർപ്പിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷിക്ക് പോയ ഭൂരിഭാഗം കർഷകരും കടബാധ്യത മൂലം കിടപ്പാടം നഷ്ടമാവുന്ന അവസ്ഥയിലാണ്. ഭൂരിഭാഗം കർഷകർക്കും വൻ നഷ്ടത്തിന്റെ കണക്കുകളാണ് പറയാനുള്ളത്. ഭൂമി ഈടുവെച്ചും നാടൻ പലിശക്കാരിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും മറ്റും വായ്പയെടുത്തും ഇഞ്ചി കൃഷിക്ക് പോയ നൂറുകണക്കിന് കർഷകരാണ് കടബാധ്യത മൂലം കിടപ്പാടം വിൽക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുകയും കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷികൾ നശിക്കുകയും ചെയ്തതോടെയാണ് ലാഭം പ്രതീക്ഷിച്ച് അന്യസംസ്ഥാനങ്ങളിൽ കർഷകർ ഇഞ്ചി കൃഷിക്ക് പോയത്. എന്നാൽ മഴക്കുറവ് മൂലം വിളവ് 4-1 കുറഞ്ഞതും വിലയിടിവും മുടക്കിയ കാശ് പോലും തിരികെ ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇഞ്ചിയിലുണ്ടായ പ്രതിസന്ധി മൂലം ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് വയനാട്ടിലെ കർഷകരെയാണ്. 1500 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഇക്കൊല്ലം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ജില്ലയിലെ 40% കർഷകരും അന്യസംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷിയെ ആശ്രയിക്കുന്നുണ്ട്. അടുത്ത കാലത്തൊന്നുമില്ലാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മിക്ക കുടുംബങ്ങളും. വായ്പ വാങ്ങിയ തുക തിരിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിടപ്പാടം പോലും വിറ്റ് കടം വീട്ടേണ്ട അവസ്ഥയിലാണ് ഭൂരിഭാഗം കർഷകരും. പണം കൈവശമുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഇഞ്ചി കൃഷിയിൽ പിടിച്ചു നിൽക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതുതായി അന്യസംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷി ഇറക്കുന്നുണ്ടെങ്കിലും വലിയ നേട്ടം പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ ആയിരക്കണക്കിന് കർഷകരാണ് കടക്കാരെ ഭയന്ന് നാട്ടിലെത്താൻ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുതിയ ആകാശങ്ങൾ തൊടാൻ വെമ്പി വളരും തോറും വെന്തുരുക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ വേനൽ ചൂടിൽ തളർന്നു വീഴുകയാണ് മലയാളി. ജില്ലയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി കൽപ്പറ്റ ബ്യൂറോയുടെ റിപ്പോർട്ട്. 1995 ശേഷമാണ് കേരളത്തിലെ താപനിലയിൽ പെട്ടെന്നുള്ള വർധനം അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇടവപ്പാതിക്കും തുലാവർഷത്തിനും താളഭംഗമുണ്ടായതും വേനൽച്ചൂട് കൂടാൻ തുടങ്ങിയതും ജലദൗർബല്യം രൂക്ഷമായതും ജനങ്ങൾ പുതിയ രോഗങ്ങൾക്ക് ഇരയായി തുടങ്ങിയതുമെല്ലാം പിന്നീടങ്ങോട്ടാണ്. കാർഷിക കലണ്ടർ ആകെ താളം തെറ്റി. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. 44 നദികളും ഒട്ടേറെ ജലാശയങ്ങളുമുള്ള കേരളം ഇന്ന് കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. പോയ വർഷവും സാധാരണ വരണ്ടതിലും 1 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ മുകളിലായിരുന്നു സംസ്ഥാനത്തെ ചൂട്. പൊതുവെ ചൂട് കുറഞ്ഞ വയനാട്, ഇടുക്കി ജില്ലകൾ വരെ ചുട്ടുപൊള്ളുന്നു. ഈ മലയോര ജില്ലകളിൽ പോലും ആളുകൾക്ക് സൂര്യതാപമേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. പൊള്ളുന്ന ചൂടിൽ ഏറെ വലയുന്നത് മിണ്ടാപ്രാണികളാണ്. രോഗപ്രതിരോധശേഷി നഷ്ടമാകുന്ന കന്നുകാലികൾ ചത്തുവീഴുന്നത് പതിവാണ് വേനലിൽ. മഴ തീർത്തും അപ്രതീക്ഷിതമായതോടെ ജനുവരിയിൽ തന്നെ വേനൽ കടുത്തു തുടങ്ങി. കാലാവസ്ഥാ വ്യതിയാനം ആഗോള പ്രതിഭാസമാണ്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നും. പക്ഷേ സഹ്യന്റെ നാടം ഈ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടതെങ്ങനെ? കാരണങ്ങൾ തികഞ്ഞാൽ ഇതൊരു പ്രകൃതി പ്രതിഭാസമല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്ന് തന്നെ പറയേണ്ടി വരും. ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിയമങ്ങൾ ലംഘിക്കാൻ അനുവദിച്ചാൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് ഈയിടെ ഓർമ്മിപ്പിച്ചത് കേരള ഹൈക്കോടതിയാണ്. വയനാടും ഇടുക്കിയും പോലുള്ള മലയോര ജില്ലകളെ പൊള്ളിക്കുന്നത് സ്വാഭാവിക വനത്തിന്റെ നാശമാണ്. മണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വാഭാവിക വനത്തിന്റെ നല്ല പങ്കും തേക്കിൻ കാടുകൾക്കും മറ്റും കൃത്രിമ വനങ്ങൾക്കും വഴിമാറി. വികസനവും കരുതലും എന്നൊക്കെ പറയാൻ നല്ല ഇമ്പമുണ്ടാകും. പക്ഷേ ഇതിൽ കരുതലെങ്കിലും പ്രകൃതിക്ക് വേണ്ടിയാകേണ്ടിയിരുന്നു. അതുണ്ടായില്ല. വികസനത്തിന്റെ പേരിലുള്ള അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ വരുന്നാളുകൾ കഠിനമാകും. അത് ഈ തലമുറയുടെയും വരും തലമുറയുടെയും ജീവിക്കാനുള്ള അവകാശത്തിന്റെ മേലുള്ള ലംഘനമാവുമെന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. വാഗേരി മൂടക്കൊല്ലി തുരുത്തിപ്പറമ്പിൽ വാസുവിന്റെ കറവ പശു ഇടിമിന്നലേറ്റ് ചത്തു. ഇന്നലെ വൈകിട്ട് 5:30 വാസുവും ഭാര്യ സുമതിയും ചേർന്ന് തൊഴുത്തിൽ പശുവിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടിമിന്നലേറ്റത്. വാസുവും ഭാര്യയും പശുക്കിടാവും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ക്ഷീരകർഷകനായ വാസു വാഗേരി സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 50,000 രൂപ വായ്പയെടുത്താണ് കറവ പശുവിനെ വാങ്ങിയത്. നിർധന കർഷകനായ വാസുവിന് ഇനി ഒരു പശു മാത്രമാണുള്ളത്. പാലളന്ന് വിറ്റ് ഉപജീവനം നടത്തുന്ന കുടുംബമാണ് വാസുവിൻ്റേത്.
പൊതുവിജ്ഞാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഞൊടിയിടയിൽ മറുപടി നൽകി വിസ്മയമാവുകയാണ് പുൽപ്പള്ളി നടക്കുഴയ്ക്കൽ സന്തോഷ് സിഞ്ചു ദമ്പതികളുടെ മകൾ അന്ന. അന്നയുടെ പ്രായം വെറും 2 വയസ്സ് മാത്രം. 3 മാസം മുമ്പ് സിഞ്ചു പകർന്നു നൽകിയ പുസ്തക വിജ്ഞാനങ്ങളെക്കുറിച്ച് ആര് ചോദിച്ചാലും അന്ന മണിമണിയായി ഉത്തരം പറയും. ഇത് ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഉത്തരങ്ങൾ റെഡി. കേരളത്തില് എത്ര ജില്ലകളുണ്ട്? ആ ജില്ലകളെ പേരൊന്ന് പറയാ. 100ഓളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പൊതുവിജ്ഞാന സംബന്ധമായ പുസ്തകങ്ങളുടെ സഹായത്തോടെ സഞ്ജു അന്നയെ പഠിപ്പിച്ചത്. സംസ്ഥാന മുഖ്യമന്ത്രി, മന്ത്രിമാർ, ജില്ലാ കളക്ടർമാർ, മാതാപിതാക്കളുടെ മതമേലധ്യക്ഷന്മാർ എന്നിങ്ങനെ പഠിച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ച് എപ്പോൾ ആര് ചോദിച്ചാലും അന്ന മറുപടി പറയും. അന്നക്കുഞ്ഞിൻ്റെ ഓർമ്മശക്തിയാണ് മുതിർന്നവരെ ഞെട്ടിക്കുന്നത്. മുതിർന്നവർക്ക് പലതവണ വായിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങൾ അന്ന നിഷ്പ്രയാസം ഓർത്തെടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. പൊതുവിജ്ഞാന പുസ്തകങ്ങൾ അമ്മ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മാത്രം മതി. അതെല്ലാം അന്നക്കുഞ്ഞ് മസ്തിഷ്കത്തിൽ കുറിച്ചു വയ്ക്കും. നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതാ? ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാ? പല ആവർത്തി വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യമില്ല. പൊതുവിജ്ഞാനത്തിൽ കുട്ടിക്കുള്ള ഓർമ്മശക്തി കേട്ടറിഞ്ഞ് വീട്ടിൽ സന്ദർശകരെത്തുന്നുണ്ട്. അവരുടെ പരീക്ഷണങ്ങളിലും ചോദ്യങ്ങളിലും ഈ 2 വയസ്സുകാരിക്ക് അല്പം പോലും സന്ദേഹങ്ങളില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പറയുകയും ചെയ്യും. 2-3 ദിവസത്തിന് ശേഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയും. അപൂർവ സിദ്ധിക്കുടമയായ അന്നയെ കാണാൻ നിരവധി ആളുകളാണ് നിത്യേന സന്തോഷിന്റെ വീട്ടിലെത്തുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് സന്ദർശകരിൽ ഏറെയും. 3 മാസം മുമ്പാണ് അറിവിന്റെ ചില പുസ്തകങ്ങൾ അന്നയ്ക്ക് വാങ്ങിക്കൊടുത്തതും ഇടവേളകളിൽ വായിച്ചു കേൾപ്പിച്ചതും. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോഴാണ് അന്നയുടെ ഈ വിശേഷ സിദ്ധി തിരിച്ചറിഞ്ഞത്. നമ്മുടെ ജില്ല ഏതാ? ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വിദ്യാഭ്യാസ രംഗത്ത് വയനാടിന് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കാപ്പിസെറ്റ് മുതലിമാരൻ ഗവൺമെന്റ് ഹൈസ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി കാപ്പിസെറ്റ് സ്കൂളിൽ നടന്ന മാനവ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തുടർച്ചയായി 100% വിജയം കാപ്പിസെറ്റ് സ്കൂളിന് നേടാൻ കഴിയുന്നത് അധ്യാപകരുടെയും PTA-യുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ടി ദേവകി അധ്യക്ഷയായിരുന്നു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ബെന്നി, PR മണി, വിൽസൺ ചെങ്ങനാമടത്തിൽ, സണ്ണി തോമസ്, M വാമദേവൻ, റഷീദ പ്രതീഷ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ വാർഡ് വികസന സമിതി, പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, AKG വായനശാല, സ്വാശ്രയ സംഘങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമോത്സവവും അംഗൻവാടി വാർഷികവും സംഘടിപ്പിച്ചു. പാലക്കുളിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് നിർവഹിച്ചു. വാർഡ് കൌൺസിലർ പുഷ്പരാജൻ അധ്യക്ഷയായിരുന്നു. AV മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. PT ബിജു, ശാരദ സജീവൻ, PV ജോർജ്, V ഹുസൈൻ, VK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാകായിക മത്സരങ്ങളും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കരിങ്ങാരി നായർ തറവാട് കുടുംബസംഗമം തോണിച്ചാൽ മലക്കാരി ശിവക്ഷേത്ര പരിസരത്ത് N ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മംഗലശ്ശേരി മാധവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. CK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CK കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ P നാരായണൻ നായർ, K രാജേന്ദ്രൻ, V മാധവൻ നമ്പ്യാർ, A കരുണാകരൻ നമ്പ്യാർ, സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. 75 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. 26ാമത് ജില്ലാ ജൂനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പുൽപ്പള്ളിയിൽ സമാപിച്ചു. പുൽപ്പള്ളി കബനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ബാബു ചെക്കിട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 300ഓളം വിദ്യാർത്ഥികളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഈ മാസം കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് 100-അംഗ ജില്ലാ ടീമിനെയും ചാമ്പ്യൻഷിപ്പിൽ തിരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റ് PV സുരേഷ് അധ്യക്ഷനായിരുന്നു. ഗ്രിഗറി വൈത്തിരി, സുരേഷ്, ബിബിൻ ജോസ് എന്നിവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബശ്രീ വിഷുചന്തയ്ക്ക് ബത്തേരിയിൽ തുടക്കം. വിപണിയിൽ പച്ചക്കറിക്ക് ന്യായവില. ഇന്ദിരാ ആവാസ് യോജന പദ്ധതി വീട് കടലാസിൽ. ആദിവാസി വൃദ്ധ ദമ്പതികൾക്ക് പ്ലാസ്റ്റിക് കൂര. കിടക്കാൻ തളർവാദ രോഗിക്ക് ഇഷ്ടിക കട്ടിൽ. അപസ്മാര രോഗിയായ ശാരദയ്ക്കും ഭർത്താവിനും പ്ലാസ്റ്റിക് ഷെഡിൽ നിന്ന് മോചനം. ട്രൈബൽ വകുപ്പ് വീട് നൽകി. വയനാട് ന്യൂസ് ഇംപാക്ട്. ജീവകാരുണ്യം ചട്ടം നോക്കി മതി. പ്രയാഗ രാജഗോപാൽ. രോഗികൾക്ക് ഭക്ഷണം ഇനി വീട്ടിൽ നിന്ന് പാകം ചെയ്യും. ബത്തേരി ക്ഷീരസംഘം കർഷകർക്ക് 1,05,00,000 രൂപ അധിക പാൽവില വിതരണം ചെയ്തു. ചണ്ണോത്തുകൊല്ലിയിൽ സ്മാർട്ട് ക്ഷീരസംഘം നിലവിൽ വന്നു. ഇഞ്ചി കർഷകർ പ്രതിസന്ധിയിൽ. പലർക്കും കടക്കണിയിൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ആശങ്ക. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.